അപ്പോൾ നൂല് കുടുങ്ങാൻ മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് കണ്ട ഈ പല്ലുകളുടെ ഇടയിൽ ഏതെങ്കിലും ഒരു പല്ല് പോയി കയറ്റിയെന്ന് പറഞ്ഞ സാധനം വാങ്ങിട്ടു. ഇതിന് 85 രൂപയുള്ളൂ. അപ്പോൾ ഈ സാധനം വാങ്ങിച്ചിട്ട് ഫ്ലിപ്കാർട്ട്, ആമസോൺ അങ്ങനെയുള്ള സൈറ്റിൽ നിന്നൊക്കെ മെഷീൻ എടുക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്താ വെച്ചാൽ അത് ഏത് മെഷീനായാലും നമുക്ക് ഞാൻ ചെയ്യുന്ന മാതിരി ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ രണ്ട് സൈഡ് കണ്ട ഈ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, ഈ ഗ്യാപ്പിൽ അപ്പോൾ ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഫാഷൻ മേക്കർ നൂല് കുടുങ്ങി സ്റ്റെക്കായി കഴിഞ്ഞാൽ ചെയ്യേണ്ട രീതി, പിന്നെ അതുപോലെ സ്റ്റെക്ക് ആവുന്നത് എന്തുകൊണ്ടാണ്, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്നൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാൻ പോകുന്നത്. അതിപ്പോൾ ഏത് ഫാഷൻ മേക്കർ ആയാലും, സിംഗർ ആയാലും, ഉഷ ആയാലും, ബ്രദർ ആയാലും നമ്മൾ നൂല് കുടുങ്ങി കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്. ഇപ്പം നിങ്ങൾ ഓൺലൈനിൽ നിന്നാണ് നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ അവർക്ക് സർവീസും പിന്നെ ഡെമോ ക്ലാസ്സും ഉണ്ടാവില്ല. ചില മെഷീനുണ്ട്, അത് നമ്മൾ ഇത് ആമസോണിൽ നിന്നാണോ ഫ്ലിപ്കാർട്ടിൽ നിന്ന് എവിടെ നിന്ന് എടുക്കുന്നത് അതിൽ ചെക്ക് ചെയ്യണം, എന്നാലാണ് അത് കറക്റ്റ് അറിയാൻ പറ്റുള്ളൂ അവർക്ക് സർവീസ് ഉണ്ടോ ഡെമോ ക്ലാസ് ഉണ്ടോ. ഇപ്പം നമ്മൾ ഓഫ്ലൈനിൽ നിന്ന് എവിടെ നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് 2 വർഷം ഫ്രീ സർവീസും പിന്നെ ഒരു ഡെമോ ക്ലാസ്സും ഉണ്ടാവും. ഡെമോ ക്ലാസ് പറഞ്ഞാൽ ഇത് ഉൾപ്പെടെ നമ്മൾ ത്രെഡ് കുടുങ്ങി കഴിഞ്ഞാൽ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ, ഏതൊക്കെ ഫൂട്ട് ഉപയോഗിച്ച് അടിക്കാം, അതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും കൂടി ഈസി ആയിരിക്കും. പ്രത്യേകിച്ച് തുടക്കക്കാരുണ്ടെങ്കിൽ ഇതിൽ മെയിനായിട്ട് വരുന്നൊരു കംപ്ലൈൻറ്റ് പറഞ്ഞാൽ ത്രെഡ് കുടുങ്ങിക്കഴിഞ്ഞാൽ വീല് പിടിച്ച് തിരിച്ചിട്ടുള്ള കംപ്ലൈൻ്റാണ് അധികം വരുന്നത്. പക്ഷേ നൂല് കുടുങ്ങി സ്റ്റെക്കായി കഴിഞ്ഞാൽ നമ്മൾ ഏത് ഫാഷൻ മേക്കർ ആണെന്നുണ്ടെങ്കിലും നമ്മൾ ഓപ്പൺ ഷട്ടിലായിരിക്കും. ഇതുണ്ടോ, അത് ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഇതുപോലുള്ള ഷട്ടിലാണെന്നുണ്ടെങ്കിൽ ഇവിടെ 2 ബ്ലാക്ക് സ്റ്റോപ്പർ വരും. ഇതെടുത്തിട്ട് നമുക്ക് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. ചിലർ വീല് പിടിച്ച് തിരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഗിയർ പോവും, പിന്നെ വീലും ഡാമേജ് ആവാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ നമുക്ക് ഒരു 1000-1500 റുപ്യോളം ഇറങ്ങും. അപ്പോൾ സിംഗറിൻ്റെ മോഡലാണെന്നുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. സിംഗറിൻ്റെ 82 എംപയറിൻ്റെ മോഡലാട്ടത്. ഇത് സിംഗറിൻ്റെ 82 എംപയറിൻ്റെ മോഡല്. ഇത് ഉഷ അല്ലൂര. അപ്പോൾ ഇതിൽ രണ്ടിലും വ്യത്യാസമുണ്ട്. നൂല് കുടുങ്ങി കഴിയാണ്, മെഷീൻ സ്റ്റക്ക് ആകുക, നൂല് കുടുങ്ങി കഴിഞ്ഞാൽ നമ്മൾ ഒരു കാരണവശാലും ഫാഷൻ മേക്കറിൽ ഇത് പിടിച്ച് തിരിക്കരുത്. ഇതാണ് ഇതിൻ്റെ വീല്. ഇത് സിംഗറിൽ ഇത് വീല് വരും, ഉഷേൻ്റെ വീല്. പക്ഷേ ഇതിൽ ഉഷേൻ്റെ നമുക്കിത് ബോബിൻ ബൈൻഡ് ചെയ്യാൻ ഇങ്ങോട്ട് ചെയ്യാം കേട്ടോ. കണ്ടോ, ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്. അപ്പോൾ വിശദമായിട്ട് പറഞ്ഞുതരാം. ഇപ്പോൾ നിങ്ങൾ സിംഗറിൻ്റെ നൂല് കുടുങ്ങിയിട്ട് സ്റ്റെക്കായിട്ട് നിങ്ങൾ ഈ വീല് തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ വീല് കഷ്ടപ്പെട്ട് തിരിക്കേണ്ട ഒരു കാര്യമില്ല, ഒരു ആവശ്യമില്ലാതെ തിരിക്കുന്ന സംഭവമാണിത്. എന്താ വെച്ചാൽ ഓപ്പൺ ഷട്ടിലായതുകൊണ്ട് നമുക്കത് സിമ്പിളായിട്ട് എടുക്കാമത്രേ ഉള്ളൂ, നൂല് എടുക്കാമത്രേ ഉള്ളൂ. ചിലവർ അതറിയാത്തവർ ഈ ഓൺലൈനിൽ നിന്ന് എടുക്കുന്നവർക്ക് ഈ ഡെമോ ക്ലാസ്സും സർവീസും ഉണ്ടായിക്കോണമെന്നില്ല. ഓഫ്ലൈനിൽ നിന്ന് നിങ്ങൾ ഷോപ്പിൽ നിന്നൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെമോ ക്ലാസ്സും കിട്ടും, പിന്നെ സർവീസും കിട്ടും 2 വർഷം. അപ്പോൾ നിങ്ങൾക്ക് ടോൾ ഫ്രീ നമ്പറിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീട്ടിൽ ആൾ വന്ന് സർവീസ് ചെയ്ത്. മെയിനായിട്ട് നിങ്ങൾ മെഷീൻ എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെമോ ക്ലാസ് ആണ് വേണ്ടത്. അതുപോലെ തയ്യൽ തുടക്കക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് അവർക്ക് ഓരോ കാര്യങ്ങളും അറിഞ്ഞിരിക്കണം. ഈ മെഷീൻ സ്റ്റക്ക് ആയാൽ എന്താ ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞിരുന്നാൽ നിങ്ങൾക്ക് വളരെ ഉപകാരമാവും. വെറുതെ 1000-1500 രൂപ കൊണ്ടുപോയി നഷ്ടപ്പെടുത്തേണ്ട ഒരു കാര്യം ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ, ഇപ്പോൾ സിംഗറിലാണ് നിങ്ങൾക്ക് നൂല് പിടിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വീല് പിടിച്ച്, ഞാൻ പറഞ്ഞിട്ടുണ്ട്, വീല് പിടിച്ച് ഒരിക്കലും തിരിക്കരുത്. സൂചി താഴ്ന്നിരിക്കുകയാണെങ്കിൽ പോലും നിങ്ങളത് പൊക്കാൻ വേണ്ടി ശ്രമിക്കരുത്. പൊക്കാൻ വേണ്ടി ശ്രമിച്ചാൽ സിംഗറിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗിയർ പോകും, ഗിയർ നഷ്ടപ്പെടും. ഗിയർ ഏതാണെന്നുള്ളത് ഞാനിപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഗിയർ പറഞ്ഞ സംഭവം. എന്താണ് നിങ്ങൾ ഇത് കണ്ട ഈ പല്ലുകളുടെ ഇടയിൽ ഏതെങ്കിലും ഒരു പല്ല് പോയി കഴിഞ്ഞാൽ മതി. പിന്നെ നിങ്ങൾ തയ്ക്കുമ്പോൾ ഇങ്ങനെ പെട്ടെന്ന് എടുത്ത് ചാടുന്ന ഒരു ഫീലിംഗ് ചെയ്യും. ഒരു പല്ല് പോയിട്ടുള്ളൂ, അപ്പോൾ തന്നെ അവിടെ എത്തുമ്പോൾ ഒറ്റ ചാടും. അതുപോലെ തന്നെ ഇത് കണ്ടോ, ഇത് മെഷീൻ പിടിച്ച് തിരിച്ചതാണ് ഫുള്ള് ഇവിടെ കണ്ടോ, അതിങ്ങനെയാണ് പോയിട്ട്. ഇത് മെഷീൻ ടൈറ്റ് ആയപ്പോൾ നൂല് കുടുങ്ങിയപ്പോൾ തിരിച്ചപ്പോൾ പോയ ഗിയറാണ്. അപ്പോൾ അങ്ങനെ ഗിയർ പോകും. അതുകൊണ്ട് ഇത് ഒരു കാരണവശാലും തിരിക്കരുത്. നിങ്ങൾ ഏത് മെഷീനായാലും ഇത് തിരിക്കരുത്. ഫാഷൻ മേക്കറിൽ ഏത് ബ്രദർ ആണെങ്കിലും ഉഷയാണെങ്കിലും സിംഗർ ആണെന്നുണ്ടെങ്കിലും വീല് പിടിച്ച് തിരിക്കരുത്. സിംഗർ ആണെന്നുണ്ടെങ്കിൽ വീല് ഇതിൻ്റെ നേരെ ഷാഫ്റ്റ് പോയിരുന്നത് വീലിലോട്ടാണ്. അപ്പോൾ വീലിനും അല്ലാതെ കംപ്ലൈൻറ്റ് വരില്ല, ഗിയർ ഡാമേജ് ആവും. ഉഷയാണെന്നുണ്ടെങ്കിൽ ഉഷ തിരിച്ചു കഴിഞ്ഞാൽ ഈ സാധനം വേഗം പൊട്ടാൻ സാധ്യതയുണ്ട്. ഈ സാധനം പൊട്ടും, ഗിയറും ഡാമേജ് ആകാൻ സാധ്യതയുണ്ട്. ഇത് ബോബിൻ വൈൻഡ് ചെയ്യാനാണ്. ബോബിൻ വൈൻഡ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇത് ഇങ്ങോട്ട് വലിക്കണം. ബോബിൻ വൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇത് അങ്ങോട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം. അങ്ങനെയാണ് ഇതിൻ്റെ സിസ്റ്റം. അപ്പോൾ നമ്മൾ അഥവാ എന്തെങ്കിലും ടൈറ്റ് ആയി കഴിഞ്ഞാൽ തിരിച്ചു കഴിഞ്ഞാൽ ഇതും പൊട്ടും, ഗിയറും ഡാമേജ് ആകും. അപ്പോൾ വിഷയം പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ഇതിലാകുമ്പോൾ നമുക്ക് ആ പ്രശ്നമില്ല. കുറച്ച്
സ്ട്രോങ് ഉണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാക്കേണ്ട ആവശ്യമില്ല. ഇതിൽ ഗിയർ മാത്രം പോകണം. ഒരു കാരണവശാലും ടൈറ്റ് ആയി കഴിഞ്ഞാൽ തിരിക്കരുത്. നൂല് കുടുങ്ങി കഴിഞ്ഞാൽ ഈ ബ്ലാക്ക് ഉണ്ടല്ലോ, ഈ ബ്ലാക്ക് പതുക്കെ ഇങ്ങോട്ട് നീക്കുക. നീക്കുന്നതിന് മുമ്പേ ഇത് ഊരാൻ പറ്റുകയാണെങ്കിൽ ഊരുക. സൂചി താന്നിരിക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല. ഇതും ഇവിടെ കുടുങ്ങി കിടക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ കിടന്നോട്ടെ, ഒരു പ്രശ്നമില്ല. ഈ ബ്ലാക്ക് പതുക്കെ ഇങ്ങോട്ട് നീക്കി കൊടുക്കുക. കണ്ടോ, ഈ ബ്ലാക്കും പതുക്കെ ആ സൈഡിലോട്ട് നീക്കി കൊടുക്കുക. കണ്ടോ, ഇത് പോരും. ഇത് പോന്നു കഴിഞ്ഞാൽ ഇതോടെ മാറ്റി വെക്കുക. പിന്നെ ഇതിൻ്റെ ഉള്ളിലുള്ള ഈ ഷട്ടിൽ ഗേസ് നിൽക്കുന്നതും ഇതും ഇങ്ങോട്ട് പോരും. കണ്ടോ, ഇത് പോന്നു കഴിഞ്ഞാൽ ഇത് ഇതിന്ന് എടുത്താൽ മതി നമുക്ക്. എടുക്കുക. ഇവിടെയാണ് നൂല് കുടുങ്ങിയിട്ടുണ്ടായത്. ഈ രണ്ട് സൈഡിലും നൂല് കുടുങ്ങിയിട്ടുണ്ട്. കണ്ടോ, ഈ സൈഡിലും ഉണ്ടാവും, ചിലപ്പോൾ ഈ സൈഡിലും ഉണ്ടാവും. നമ്മളൊന്ന് ചിലപ്പോൾ നല്ല തയ്ക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ തയ്യലൊക്കെ കഴിഞ്ഞിട്ട് ഈ ഷട്ടിലൊക്കെ ഒന്ന് എടുത്തിട്ട് ഒന്ന് ക്ലീൻ ചെയ്യുക. എന്നിട്ട് ഈ രണ്ട് സൈഡിലും ഓയിൽ കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ രണ്ട് സൈഡും കണ്ട ഈ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, ഈ ഗ്യാപ്പിൽ ഇതുപോലെ കച്ചറൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ എടുത്തൊഴിവാക്കിയിട്ട് നമ്മൾ കഴിയുന്നതും ബഡ്സ് ഉണ്ടല്ലോ, നമ്മൾ ആ ബഡ്സ് ഇട്ടിട്ട് ക്ലീൻ ചെയ്ത് കൊടുത്താൽ മതി. ഈ ഗ്യാപ്പിലാണ് നൂല് കുടുങ്ങിയിട്ട് നിൽക്കൽ. അപ്പോൾ ബഡ്സ് ഉണ്ടെങ്കിൽ അതായിട്ടൊക്കെ എടുത്ത് തോണ്ടി ക്ലീൻ ചെയ്താൽ ഈ സൈഡിലുണ്ട് കണ്ടോ, രണ്ട് സൈഡിൽ ഈ ഗ്യാപ്പിലുണ്ട്. ഈ ഗ്യാപ്പാണ് നമ്മൾ ക്ലീൻ ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഒന്നും കൂടി സ്മൂത്ത് ആവും. അപ്പോൾ ഇതാണ് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾ ഈ ഓൺലൈനിൽ നിന്ന് എടുക്കുന്ന മെഷീൻ എടുക്കുന്നവരൊക്കെ മെയിനായിട്ട് ശ്രദ്ധിക്കുക. ഓൺലൈനിൽ ഒരു 1000 രൂപ നോക്കിയിട്ട് നിങ്ങൾ എടുക്കും. പിന്നെ അത് സർവീസ് ഇല്ല, നിങ്ങൾ കടയിൽ കൊണ്ടുപോയി കൊടുക്കേണ്ടി വരും. എന്നിട്ട് മെഷീനിന് കംപ്ലൈൻറ്റ് എന്ന് പറയും, അല്ലെങ്കിൽ ആ കമ്പനിയുടെ പ്രൊഡക്റ്റ് കംപ്ലൈൻ്റ് ആണെന്ന് പറയും. അപ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട നൂല് കുടുങ്ങിക്കഴിഞ്ഞാൽ ഇത് ശ്രദ്ധിക്കേണ്ട മെയിനായിട്ടുള്ള കാര്യം ഇതാട്ടോ. ഒരിക്കലും ഇങ്ങനെ സൂചി താഴ്ന്നു നിൽക്കുമ്പോൾ നിങ്ങൾ ഷട്ടിൽ വെക്കാൻ ശ്രമിക്കരുത്. സൂചി പൊന്തിയിട്ട് ഈ സൈഡിലോട്ട് വന്നതിന് ശേഷം മാത്രം ഷട്ടിൽ വയ്ക്കുക. കണ്ടോ, കറക്റ്റായിട്ട് അതിൻ്റെ ഉള്ളിലിരിക്കും. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെയാണ് കേട്ടോ. ഇവിടെ നമ്മളൊരു ലോക്ക് വരാനുണ്ട്. ഈ ചെറിയൊരു ഗ്യാപ്പിൽ ഒരു ലോക്ക് വരാനുണ്ട്. ഈ ലോക്കാണ് ഇതിൻ്റെ അടിയിൽ ചെറിയൊരു ഇത് വരുന്നുണ്ട്, നോബ് കണ്ടോ. ഇത് വെക്കാനായിട്ട് തന്നെ ഇവിടെ ചെറിയൊരു ഗ്യാപ്പും കൊടുത്തിട്ടുണ്ട്. ഇതൊരു ലോക്കായിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ നമ്മൾ കറക്റ്റായിട്ട് ആദ്യം മുകളിൽ പതുക്കെ വെക്കുക. എന്നിട്ട് അടിയത്തെ ലോക്ക് കറക്റ്റ് ചെയ്യുക. കണ്ടോ, ഇവിടെ ലോക്ക് കറക്റ്റ് ചെയ്തു. എന്നിട്ട് ഈ ബ്ലാക്ക് ബുഷ് പതുക്കെ കയറ്റിയിടുക. കൊടുക്കുക. കണ്ടോ, ഓക്കെ. എന്നിട്ട് പതുക്കെ ഒന്ന് കയ്യിൽ തിരിച്ച് നോക്കുക, നമ്മൾ ഇട്ടത് ഓക്കെ ആണെങ്കിൽ. കണ്ടോ, സൂചി ഇറങ്ങി മുകളിലോട്ട് പോയിട്ട് ഈ സൈഡിലും ഇറങ്ങും. കണ്ടോ, എവിടെയും തട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളിട്ടത് പെർഫെക്റ്റാണ്, ഓക്കെയാണ്. അപ്പോൾ നൂല് കുടുങ്ങാൻ മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കറക്റ്റ് ത്രെഡിങ് കറക്റ്റ് ആയിരിക്കണം. കറക്റ്റായിട്ട് ഇവിടെ വരും. ഇത് ടേക്കപ്പ് ലിവർ ഇതിൻ്റെ ഈ സൈഡിൽ കൂടി ഇട്ടിട്ട് കറക്റ്റായിട്ട് ഇടണം. അതുപോലെ ഇവിടെ ഇങ്ങനെ ഒരു ടെൻഷൻ സെറ്റിൻ്റെ ഒരു നോബ് കൊടുത്തിട്ടുണ്ടാവും. ഇത് 0-ൽ നിന്ന് മാറ്റിയിട്ട് നമ്മളൊരു 4, 3 ആ റേഞ്ചിൽ നമ്മളിത് വെക്കണം. പിന്നെ ഉഷയിൽ വരുമ്പോഴും സെയിം സാധനം തന്നെ നമുക്ക് ഇവിടെ ഉണ്ട്. കണ്ടോ, സെയിം. ഇപ്പോൾ ഈ സാധനമാണ് നമ്മൾ നൂലിനെ ടൈറ്റ് ആക്കുന്നത്, ലൂസ് ആക്കുന്നത് കേട്ടോ. പിന്നെ ത്രെഡിങ്ങും കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ നൂല് കുടുങ്ങാൻ വളരെ ചുരുക്കമാണ് നൂല് കുടുങ്ങുന്നത്. പിന്നെ നമ്മൾ തയ്ക്കുന്ന തുണിയിൽ നിന്ന് നൂല് കയറി പിടിച്ചാൽ മാത്രമേ ചെയ്യുള്ളൂ. അതുപോലെ എംബ്രോയിഡറി വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അടിയിൽ ടാപ്പർ ഇട്ടിട്ട് വർക്ക് ചെയ്യാം കേട്ടോ. ഇതുപോലുള്ള ടേബിൾ ടോപ്പിൽ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, സിംഗർ ആയാലും ഉഷയായാലും ബ്രദർ ആയാലും ഒക്കെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, ഫ്ലിപ്കാർട്ട്, ആമസോൺ അങ്ങനെയുള്ള സൈറ്റിൽ നിന്നൊക്കെ മെഷീൻ എടുക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്താ വെച്ചാൽ ഓഫർ പ്രൈസിൽ അവർ കുറേ മെഷീൻ ചവറ് പോലെ മെഷീൻ കൊടുക്കും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എടുത്തു കഴിഞ്ഞാൽ നമ്മൾ മെയിനായിട്ട് ചെയ്യേണ്ട ഒരു കാര്യങ്ങളുണ്ട്. എന്ന് വെച്ചാൽ മെഷീനിൽ എന്താണെന്ന് വെച്ചാൽ ഓൾഡ് സ്റ്റോക്ക് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് തരുന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് മെഷീനിലൊക്കെ ടൈറ്റ് വരാൻ സാധ്യതയുണ്ട് കുറേ ഇരുന്നിട്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മെഷീൻ തയ്ക്കുന്നതിന് മുമ്പ് തന്നെ, സൗണ്ട് കൂടുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. അപ്പോൾ ഏത് മെഷീനായാലും, ഫാഷൻ മേക്കർ ആയാലും ഏതായാലും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ എങ്ങോട്ടെങ്കിലും കുറച്ച് സമയം മാറി നിൽക്കുക, ഒരു 2-3 മാസമൊക്കെ തുടർച്ചയായി തയ്ക്കാതിരിക്കുക, അല്ലാതെ കുറച്ച് കാലങ്ങളോളം ഇരിക്കും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം. അത് മെയിനായിട്ട് ശ്രദ്ധിക്കുക. ചെറിയൊരു പണിയാണ്, അത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മൾ ഇപ്പോൾ എന്തെങ്കിലും ഒരു 3-4 മാസം മാറിയിരിക്കാന്ന് കഴിഞ്ഞ് വരുമ്പോഴും അതേ ഒരു ഇതിലിരിക്കും. പിന്നെ അതുപോലെ ഇപ്പോൾ ഓൺലൈനിൽ എടുക്കുന്നവർ പ്രത്യേകം
ഒന്ന് ശ്രദ്ധിക്കുക ഈ കാര്യം ചെയ്യുന്ന മാതിരി. അത് ഏത് മെഷീനായാലും നിങ്ങൾക്ക് ഈ ഞാൻ ചെയ്യുന്ന മാതിരി ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കുറേ കാലം നിങ്ങൾക്ക് നല്ല സ്മൂത്തായിട്ട് തയ്ക്കാൻ, സൗണ്ടൊക്കെ കുറഞ്ഞിട്ട് തയ്ക്കാനുള്ളൊരു ഇത് കിട്ടും. അപ്പം നമുക്ക് എന്താണെന്നുള്ളത് ഞാനിപ്പോൾ കാണിച്ചു തരാം. ആദ്യമായിട്ട് ചെയ്യേണ്ടത് നിങ്ങൾ ഇങ്ങനത്തെ സിംഗർ ആയാലും ഉഷ ആയാലും ബ്രദർ ആയാലും ആദ്യമായിട്ട് ചെയ്യേണ്ടത് സംഭവം നമ്മൾ ഈ കണക്റ്റിങ് തുടങ്ങാൻ കറണ്ടിൻ്റെ പ്ലഗും കൊടുവയറൊക്കെ ഊരില്ല കേട്ടോ. ഊരിയിട്ടിട്ട് മെഷീൻ നല്ലൊരു സ്ഥലത്ത്, നല്ല ചെരിച്ച് വെക്കാൻ പറ്റിയൊരു സ്ഥലത്ത് വെക്കുക, കറക്റ്റായിട്ട് വെക്കുക കേട്ടോ. എന്നിട്ട് ഈ മുന്നിൽ കവർന്നു ഊരിട്ടാൽ മതി. ഇത് എല്ലാറ്റിലും ഉണ്ടാവും, ഫാഷൻ ഏത് മോഡലായാലും. അങ്ങനത്തെ മാറ്റിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് മെഷീന് ചെരിച്ച് വെക്കുക. മെഷീൻ ചെരിച്ച് വെക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നല്ലൊരു സ്ഥലത്ത് വെക്കണം നിങ്ങൾ കേട്ടോ. ഉണ്ടോ, ഇതുപോലെ ചെരിച്ച് വെക്കുക. നമുക്ക് ഏത് പുതിയ മെഷീനാണെങ്കിലും നമുക്ക് ഓൺലൈനിലൊക്കെ കിട്ടുന്ന പ്രത്യേകം ഇത് ഫസ്റ്റ് ഇതൊരു തവണ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് കുറച്ചും കൂടി നല്ലൊരു സ്മൂത്തായിട്ട് തയ്ക്കാൻ പറ്റും. അതേമാതിരി നിങ്ങൾ എങ്ങോട്ടെങ്കിലും ഇതേപോലെ പറഞ്ഞ പോലെ കുറച്ച് മാറി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ 3-4 മാസങ്ങളൊക്കെ മാറി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വരുമ്പോൾ നല്ല സ്മൂത്തായിട്ട് നിങ്ങൾക്ക് തയ്ക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഈ സിംഗറും ഉഷയ്ക്കൊക്കെ വരുന്നത് ഇതുപോലുള്ള ഒരു ചെറിയൊരു ഭാഗം ഉണ്ടാവും. ഇതാ ഇവിടെ ഒരു സ്ക്രൂ ഉണ്ട്, ഇവിടെ ഒരു സ്ക്രൂ ഉണ്ട്, ഇവിടെ ഒരു സ്ക്രൂ ഉണ്ട്, ഇവിടെ ഒരു സ്ക്രൂ ഉണ്ട്. ടോട്ടൽ 4 സ്ക്രൂ ഉണ്ട്. ഈ 4 സ്ക്രൂവും ഇവിടെ ഒരു പ്ലഗാണ് വരുന്നത്. ഈ പ്ലഗും കൂടി നമുക്ക് ഇങ്ങോട്ട് ഊരിയെടുത്ത് കഴിഞ്ഞാൽ ഈ സാധനം മൊത്തമായിട്ട് ഇങ്ങ് പോരും കേട്ടോ. ഇതുപോലത്തെ ഒരു സ്റ്റാർ സ്ക്രൂ ഡ്രൈവർ, സ്റ്റാർ ഉണ്ടോ വേണ്ട കേട്ടോ. സ്ക്രൂ ഊരുമ്പോഴൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ ഈ സ്ക്രൂ എവിടുന്നാ ഊരിയത് നോക്കുക, കറക്റ്റായിട്ട് അതുപോലെ അവിടെ മാറ്റി വെക്കാം കേട്ടോ, കളയരുത്. ഈ സ്ക്രൂ ഒന്നും കളയരുത് കേട്ടോ. ഇതുണ്ട്, ഇതിന്റെ ഈ വേഗം കണ്ടാലറിയാം ഇത് ഈ ബുഷിൽ വരുന്നതാണെന്ന്, റബ്ബർ ബുഷിൽ വരുന്ന സ്ക്രൂ ആണെന്ന്. ഒരു ഭാഗം കണ്ടാൽ തന്നെ അറിയാം, മാറ്റി വെക്കുക. അതുപോലെ ഇവിടെ ഒരു സ്ക്രൂ ഉണ്ട്, ഇതിൻ്റെ ഉള്ളിൽ സ്ക്രൂ ഊരുക, അങ്ങനെ ഊരുക. ഇവിടെ ഒരു സ്ക്രൂ ഉണ്ട്. സ്ക്രൂ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. സ്ക്രൂ ഊരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒന്നിനെ മാർക്ക് ചെയ്ത് ഊരുക. ഇനി നമുക്ക് ഇവിടെ വരുന്നത് ഇവിടെ ഒരു ചെറിയൊരു റബ്ബറിൻ്റെ ബുഷ്, ഇതിങ്ങോട്ട് ഊരെടുത്താൽ മതി. ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു റബ്ബർ ബുഷ് വരുന്നുണ്ട്. ഈ റബ്ബർ ബുഷ് നമ്മളിതിനെ വെച്ചിട്ട് ഒന്ന് പതുക്കെ ഒന്ന് തിരിച്ചിട്ട് ഇങ്ങനെ എടുത്താൽ മതി. കണ്ടോ, ഇത് ചിലപ്പോൾ സിംഗിളിലെ മെഷീൻ വരുന്നുള്ളൂ, മറ്റുള്ള മെഷീനുകളും ചിലപ്പോൾ വരാൻ സാധ്യതയില്ല. ഇതൊരു ബുഷാട്ടോ. ഇതിങ്ങനെ ഇതിൽ പ്രസ് ചെയ്ത് ഇട്ട് കൊടുക്കുന്ന കേട്ടോ. അത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിങ്ങനെ ഇളക്കി കഴിഞ്ഞാൽ പോരും. കണ്ടോ, ഇത് പോകുന്നു. ഇത് ഇങ്ങനെ തന്നെ വെക്കുക എന്നുണ്ടോ. ഇതൊക്കെ നോക്കിയാൽ മതി, ഇതൊക്കെ മാർക്ക് ചെയ്ത് നോക്കുക, ഇത് എങ്ങനെ ഇരിക്കണമെന്നൊക്കെയുള്ളതൊന്ന് മാർക്ക് ചെയ്ത് കറക്റ്റ് ചെയ്ത് നോക്കി മനസ്സിലാക്കിയാൽ നമുക്കിത് എടുക്കാം. എടുത്തു കഴിഞ്ഞതിന് ശേഷം ഇവിടെ വെക്കാം. എടുത്ത് കഴിഞ്ഞ ശേഷം ഇതാണ് അതിൻ്റെ ഉൾഭാഗം. ജസ്റ്റ് ഇതൊക്കെ നോക്കിക്കോളൂ കേട്ടോ. ഇത് കറക്കുമ്പോൾ തന്നെ നമുക്ക് കാണാം ഇവിടെ ചലിക്കുന്നത്. ഉണ്ടോ, ഇതിലൊക്കെയാണ് നമുക്ക് ചിലപ്പോൾ ടൈറ്റ് വരാനുള്ള സാധ്യത കൂടുതൽ വരിക. അപ്പോൾ നമ്മൾ ഏത് മെഷീനായാലും ഓൺലൈനിൽ നിന്ന് എടുക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളെങ്കിൽ ഓയിൽ ഉണ്ടെങ്കിൽ അതുപോലെ ഓയിലിൻ്റെ ആ മുകൾ ഭാഗം കത്രി കൊണ്ട് കട്ട് ചെയ്യാതെ സൂചി കൊണ്ട് ചെറിയ ഹോളാക്കിയിട്ട് ഓയിൽ ഡ്രോപ്പ് ആയിട്ട് ഇറ്റിച്ചു കൊടുത്താലും മതി. അല്ലെങ്കിൽ നമുക്ക് കടയിൽ നിന്ന് ഇതുപോലത്തെ ഒരു സാധനം വാങ്ങാൻ കിട്ടും. WD-40 എന്ന് പറഞ്ഞ സാധനം വാങ്ങാൻ കിട്ടും. ഇതിന് 85 രൂപയുള്ളൂ. അപ്പോൾ ഈ സാധനം വാങ്ങിച്ചിട്ട് നമ്മൾ ഓപ്പൺ ആക്കുക, ഇതെടുക്കുക, ഓപ്പൺ ആക്കുക, അവിടെ കുത്തുക. ഉണ്ടോ, എന്നിട്ട് ജസ്റ്റ് നമ്മൾ ഈ വരുന്ന ജോയിന്റിൽ അടിച്ചെടുത്താൽ മതി. ഇവിടെ ജോയിന്റ്, ഇതിലൊക്കെ ജോയിന്റ് കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാം. അവിടെ ഒരു ബെയറിംഗ് ഒക്കെ ഉള്ള ഒരു ടൈപ്പിലിരിക്കും. ഇവിടെ അടിച്ചെടുക്കുക. പിന്നെ ഉള്ളിൽ ഈ ഭാഗങ്ങളിൽ ആണ്, ഇവിടെ ഇത് മോട്ടറാണ്, ഇത് അതിൻ്റെ ഓൺ ഓഫ് സ്വിച്ച് ആണ്. അപ്പോൾ നമുക്ക് ഈ ഭാഗങ്ങളിൽ പോകാതെ ഈ ഒരു അടിവശത്തുമാണെങ്കിൽ നമ്മൾ ഉള്ളിലോട്ടാണെങ്കിൽ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. കണ്ടോ, ജസ്റ്റ് പരിപാടി കഴിഞ്ഞു. ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ ഭാഗം അയക്കണമെങ്കിൽ ഈ ഭാഗം അയക്കാം കേട്ടോ. ഈ ഭാഗം അയച്ചു കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് ചിലപ്പോൾ ഇച്ചിരി ഒരു ബുദ്ധിമുട്ടുണ്ടാവും അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെക്കാൻ വേണ്ടിയിട്ട്. എന്നാലും നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഇവിടെയാണ് നമ്മളതിൻ്റെ ഗിയറൊക്കെ വരുന്നത് കേട്ടോ. സ്ക്രൂ ഞാൻ പറഞ്ഞ മാതിരി ഈ ഭാഗത്താണെന്നുണ്ടെങ്കിൽ വേറെ മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ സിംഗറിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് സിമ്പിളായിട്ട് ചെയ്യാനുള്ള ഇതേ ഉള്ളൂ. നമുക്ക് സിംഗറിലൊക്കെ എല്ലാവരും ഇതുപോലുള്ള ഇതാണ് വരുന്നത്. നമുക്ക് കറക്റ്റ് ചെയ്ത് അയച്ചിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാം. ചില മെഷീനിലൊന്നും ഇത് ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല. നമുക്ക് തന്നെ മെക്കാനിക്കിന് തന്നെ ആവശ്യം വരും. ഇതാകുമ്പോൾ നമുക്ക് ഒന്ന് ഇപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടാൽ തന്നെ ഏകദേശം മനസ്സിലാവും. ഇതാണ് ഇതിൻ്റെ ഗിയർ വരുന്നത്. ഇവിടെ നമുക്ക് ഓയിൽ ഇട്ട് കൊടുക്കാം, ഗ്രീസ് ഇട്ട് കൊടുക്കാം. അതുപോലെ ഈ വരുന്ന ജോയിന്റിൽ വേണമെങ്കിൽ ഇതിനെ അടിച്ചു കൊടുക്കാം. ഇവിടെ ഒരു ജോയിന്റ് എന്ത് പൊടി അടിച്ചു കൊടുക്കാം, പൊടി അടിച്ചു കൊടുക്കാം. പിന്നെ ഇത് ഷട്ടലിൻ്റെ ഇതിലാണ്, ഈ ക്യാപ്പിൽ വേണമെങ്കിൽ ഒന്ന് അടിച്ചു കൊടുക്കാം. അതിങ്ങനെ ചില ഭാഗങ്ങളൊക്കെ കഴിഞ്ഞ് ഷട്ടലിനുള്ളിൽ വേണമെങ്കിൽ ഒന്ന് അടിച്ചു കൊടുക്കാം കേട്ടോ. ഒന്നും പ്രശ്നമൊന്നുമില്ല. WD-40 ജസ്റ്റ് തന്നെ. ഇനി നമ്മളിത് ഫിക്സ് ചെയ്യാം കേട്ടോ. ഫിക്സ് ചെയ്യാൻ കണ്ടോളൂ. കറക്റ്റായിട്ട് ഇങ്ങനെ വെക്കണം കേട്ടോ. നമ്മൾ എല്ലാം എടുക്കുന്ന പോലെ തന്നെ കറക്റ്റായിട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു കുഴപ്പമുണ്ടാവില്ല. നമുക്ക്
സിംഗറിൽ അധികം മെഷീനിലും ഇങ്ങനെ നമുക്ക് ചെയ്യാം കേട്ടോ. സിമ്പിളായിട്ട് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. ഉഷയിൽ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട്, എന്നാലും നമുക്ക് ചെയ്യാം. ബ്രദറിലും ഉഷേനെ പറഞ്ഞ പോലെ തന്നെയാണ്, ഇച്ചിരി ഇതാണ് ബുദ്ധിമുട്ടാണ്. ഇതാകുമ്പോൾ നമുക്ക് എല്ലാ കാര്യം കൊണ്ടും നമുക്ക് സ്റ്റിച്ചിൻ്റെ അത് കറക്റ്റ് ചെയ്യാനൊക്കെ സിമ്പിളായിട്ടുള്ള പണികളുള്ളൂ സിംഗറിലൊക്കെ. ഇത് വെച്ച് ചെയ്യാൻ കേട്ടോ, ഫിക്സ് ചെയ്തു. ഇനി നമുക്ക് ഇത് ഫിക്സ് ചെയ്യാം കേട്ടോ. ഇത് കറക്റ്റായിട്ട് നോക്കുക, അങ്ങനെ വെക്കാൻ പറ്റില്ല. നമ്മളത് എഴുതി തന്നെ ഉണ്ട്, ചിലതിൽ ഇത് എഴുത്തുണ്ടാവില്ല. എന്നാൽ കറക്റ്റ് ഇവിടെ 2 സാധനം വരുന്നത്, 2 യോള് പോകുന്ന രീതിയിൽ നമ്മൾ നോക്കിയിട്ട് കറക്റ്റായിട്ട് വെക്കാം. ഉണ്ടോ, കറക്റ്റായിട്ട് വെച്ചു. എന്നിട്ട് ഞാൻ പറഞ്ഞ പോലെ ഇതാണ്, ഈ സ്ക്രൂ ഇതിലാണ് വരുന്നത്. അത് അതിൽ തന്നെ കറക്റ്റ്, ഒന്നുമായിട്ട് ഫുള്ളായിട്ട് ടൈറ്റ് ചെയ്യരുത്. ഓരോന്നോരോന്ന് കുറച്ച് ടൈറ്റ് ചെയ്താലാണ് നമുക്കെല്ലാം കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അതുപോലെ സ്ക്രൂ ഓരോ നോക്കിയിട്ട് കറക്റ്റായിട്ട് ചെയ്യാം കേട്ടോ. ഇതിനിപ്പോൾ വന്നത് ഒരു സ്ക്രൂ മാത്രമേ വ്യത്യാസമുള്ളൂ, മറ്റേ 3 സ്ക്രൂ ഒരുപോലെയാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് ആ ഒരു സ്ക്രൂ മാത്രം നമുക്ക് നോക്കിയിട്ട് മാറ്റിയിട്ട് എടുത്താൽ മതി കേട്ടോ. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഉപകാരമുള്ള സംഭവമാണ്. ഓൺലൈനിൽ എടുക്കുന്നവർ ഇത് ആദ്യം തന്നെ ഒരു വട്ടം അത് ചെയ്യാം. ഇങ്ങനത്തെ കാര്യങ്ങൾ ആമസോണിലും ഫ്ലിപ്കാർട്ടിൽ എടുക്കുന്നവർ എന്താ വെച്ചാൽ എങ്ങനത്തെ മെഷീനാണ്, നമുക്ക് കുറേ പഴക്കമുള്ള മെഷീനാണ്, എന്താണെന്നുള്ളത് അറിയില്ല, തന്നുള്ളതെന്ന് അറിയില്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ളതൊക്കെ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി സൗണ്ടൊക്കെ പോയി നല്ല സ്മൂത്തായിട്ട് റൺ ചെയ്യിക്കാൻ പറ്റും. അതുപോലെ മെഷീൻ എടുക്കാതെ വേറെ എല്ലാവരും ടൂർ പോവുകയെ ഇങ്ങനെ പ്രസവ ടൈം സമയത്തൊന്നും ചിലർക്കിത് ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥ വരും. അങ്ങനെയൊക്കെയുള്ള സമയത്ത് ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഉപകാരമാവും. അപ്പോൾ ഞാനിത് ഫുൾ ടൈറ്റ് ചെയ്തു കേട്ടോ. ഈ ബുഷ് വെക്കാൻ ആരും മറന്നു പോകരുത്. ഇത് കറക്റ്റായിട്ട് നോക്കിയിട്ട് വെക്കാം കേട്ടോ. ഇത് വെച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് നിർത്തി വെക്കുമ്പോൾ ചിലപ്പോൾ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് വെക്കാത്തതുകൊണ്ടാണെന്നുള്ളത്. ഓക്കെ, ഇനി നമുക്കിത് നിർത്തി വെക്കാം. ഓക്കെ, ഇനി ചെയ്യാനുള്ളത് ഒരേ ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അടിഭാഗം അയക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ കിട്ടണമെന്ന് വെച്ചാൽ 2 ഭാഗമുണ്ട്. ഇവിടെ ഈ ഭാഗം ഇങ്ങനെ വെക്കുക. ഈ ഭാഗം ഇവിടെ ഒരു സ്ക്രൂ ഉണ്ട്. ചിലയിടത്ത് ഈ ഒരു സ്ക്രൂ ഉണ്ടാവും, ഒരു സ്ക്രൂ ഇവിടെ ഉണ്ടാവും. സിംഗറിലെ തന്നെ 2 സ്ക്രൂ വരുന്നുണ്ട്. ഈ ഫ്രണ്ട് ഭാഗം, ചിലത് ഫ്രണ്ട് ഭാഗം ഇവിടെ അയക്കാൻ പറ്റാത്ത മെഷീൻ വരുന്നുണ്ട് കേട്ടോ. അധികം മെഷീൻ ഇവിടെ അയക്കാൻ പറ്റുന്നതാണ്. പാകുതിയായിട്ടൊക്കെ ഇങ്ങനെ എടുക്കുക. ഇത് എടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. സ്ക്രൂ ഇടുക. ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇതിങ്ങനെ ഉണ്ടാവും. ഇതിങ്ങനെ അങ്ങോട്ട് പോകും. ആണോ, കുറച്ച് സൂം ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നമ്മളിത് എടുത്തു കഴിഞ്ഞാൽ കാണിച്ചു തരാം. ഇവിടെയാണ് ഇതിൻ്റെ ഇതൊക്കെ വരുന്നത്, നീഡിൽ ബാർ സംഭവങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിലൊക്കെയാണ്, ഇവിടെയൊക്കെയാണ് വരുന്നത്. ഈ നീഡിൽ ബാറും സൂചിൻ്റെ നീഡിൽ ബാർ, അതുപോലെ ടേക്കപ്പ് ലിവർ സംഗതികളൊക്കെയാണ് ഇവിടെ വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലെ മെയിൻ ക്യാം വരുന്നത് ഇതിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ നമ്മളെന്താ ചെയ്യുക വെച്ചാൽ ജസ്റ്റ് ഇത് ഈ 40 കൊണ്ട് കൊടുക്കുക. ഇതെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇവിടെ കടിച്ചെടുക്കുക. ഓയിൽ ഇടണമെങ്കിൽ അത് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് അടിച്ചെടുക്കുക. ജസ്റ്റ് ഇതിൻ്റെ ഉള്ളിലേക്ക് കേട്ടോ, ഇതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് അടിച്ചെടുത്താൽ മതി. അല്ല, ഇവിടുന്ന് ജസ്റ്റ് ഇതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് അടിച്ചെടുക്കുക. ഫുള്ള് ഫിനിഷായി. അപ്പോൾ നമുക്ക് ഇവിടെ എടുക്കാൻ പറ്റാത്തതാണെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ അടിഭാഗം എടുക്കാൻ പറ്റും, അല്ലെങ്കിൽ അടിഭാഗം എടുക്കാൻ പറ്റാത്ത അവസ്ഥയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എടുക്കുക. എന്തായാലും ഒന്നുകിൽ ഓയിൽ അല്ലെങ്കിൽ 40 ആകുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധനം ആകുമ്പോൾ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഉള്ളിലോട്ടൊക്കെ നമുക്ക് തെറ്റ് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് പറഞ്ഞത് ഉള്ളിലോട്ടൊക്കെ ഒന്ന് അടിച്ചു കൊടുക്കാന്ന് പറഞ്ഞു. ഇനി രണ്ടാമത് ഇത് നമ്മൾ ഫിക്സ് ചെയ്യാം കേട്ടോ. ഫിക്സ് ചെയ്യുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇതിങ്ങനെ കൊണ്ടുപോയി കറക്റ്റായിട്ട് ഇവിടെ ഒരു എഡ്ജ് ഉണ്ടാവും കേട്ടോ. എല്ലാ മെഷീനിലും ഉണ്ടാവും സംഭവം. അത് കറക്റ്റായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. വെച്ച് തള്ളാനോ അമർത്താനോ ഒന്നും നിൽക്കരുത്. കറക്റ്റായിട്ട് അതിൻ്റെ ഉള്ളിൽ നമുക്കിത് കയറി കിട്ടും. കണ്ടോ, അപ്പോൾ ഇത് ഏകദേശം ടൈറ്റ് ആയിട്ട് നിന്നു കേട്ടോ. എന്നുവെച്ചത് സ്ക്രൂ നമ്മൾ ടൈറ്റ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ഉഷ ഒന്ന് അയക്കുന്നത് പെട്ടെന്ന് കാണാം കേട്ടോ. അതുപോലെ തന്നെ സിംഗറിൽ കാണിച്ച പോലെ തന്നെ ഫേസ് കവർ നമ്മൾ ഒരു സ്ക്രൂ ഉണ്ടാവും, അത് ഊരിയെടുക്കുക. എന്നിട്ട് നമ്മൾ അവിടെ 40 ഉണ്ടെങ്കിൽ ഉള്ളിലോട്ട് നമുക്ക് ആ ട്യൂബ് കൊണ്ട് ഉള്ളിലോട്ട് നല്ലോണം അടിച്ചു കൊടുക്കാൻ പറ്റും. ഓയിലാണെന്നുണ്ടെങ്കിൽ പുറമേ ചെയ്ത് തന്നിട്ടുള്ളൂ. പിന്നെ അതുപോലെ തന്നെ അടിവശവും അയച്ചെടുത്തിട്ട് അവിടെയും 40 അടിക്കുക. ഞാൻ സെയിം തന്നെയാണ്, എന്നാലും കൺഫ്യൂഷൻ ആവണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ 2 വീഡിയോയും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കേട്ടോ. കുറച്ച് ലെങ്ത്ത് കൂടുന്നുണ്ട്, എന്നാലും നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക. അവിടെ ഒരു 4 സ്ക്രൂ ഉണ്ട്. 4 സ്ക്രൂ ഊരി കഴിഞ്ഞാൽ നമുക്ക് ആ അടിവശം കൊണ്ട് കറക്റ്റായിട്ട് പോരും.
അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഉള്ളിൽ തന്നെ 40 അടിച്ചു കൊടുക്കാം. ഓക്കെ, പിന്നെ ഇതൊക്കെ അടിച്ചു കഴിഞ്ഞ് നമ്മൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മെഷീന് കുറച്ച് നേരം റൺ ചെയ്യിക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 40 അടിച്ചിട്ട് അതിങ്ങനെ ആ പാടെ വെക്കരുത്, ഒന്ന് എല്ലായിടത്തും സെറ്റ് ആകണം. അത് നമ്മളൊന്ന് കുറച്ചു നേരം സ്റ്റിച്ച് ചെയ്യണ്ട, കുറച്ചു നേരം മെഷീൻ ഒന്ന് റൺ ചെയ്യിക്കുക. ഓക്കെ, അപ്പം നിങ്ങൾ കഴിയുന്നതും ഇങ്ങനത്തെ മെഷീനൊക്കെ വാങ്ങുമ്പോൾ നിങ്ങൾ കുറച്ചു കാലം യൂസ് ചെയ്യാതിരിക്കാനുള്ള അങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇതിൽ മെയിനായിട്ട് നമ്മൾ ആമസോണിൽ നിന്നും ഫ്ലിപ്കാർട്ടിൽ നിന്നും ഒക്കെ എടുക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തത്. എന്താ വെച്ചാൽ നമുക്കൊക്കെ അധികം സർവീസ് വരുന്നത്, അധികം കംപ്ലൈൻ്റ് ആയിട്ട് വരുന്നതും ഈ ആമസോണിൽ നിന്നും ഫ്ലിപ്കാർട്ടിൽ നിന്നും എടുക്കുന്നവരാണ്. ചില മെഷീനിലൊക്കെ സർവീസ് കിട്ടുന്നുണ്ട്, ചില മെഷീനിലൊന്നും സർവീസ് ഇല്ല. അപ്പോൾ കുറഞ്ഞ പൈസ ലാഭത്തിലാണ്, ചിലപ്പോൾ ഓഫർ ഉണ്ടാവും, നല്ല ഓഫർ ഉണ്ടാവും, ചിലപ്പോൾ കുറഞ്ഞ പൈസയിലൊക്കെ എടുത്തിട്ടാണ് ആ പൈസ വരുവാൾ വന്നത് സർവീസിനേക്ക്. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ളൊരു സംഭവം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരുവിധം കുറച്ച് മെഷീൻ കുറച്ചും കൂടി നല്ല സ്മൂത്ത് ആയിട്ട് തയ്ക്കാനും പറ്റും. ഒരു 5-6 മാസം അല്ലെങ്കിൽ ഒരു വർഷമൊക്കെ വരെ ഉപയോഗിക്കാതിരുന്നാലും ആ സ്മൂത്ത്നെസ് നിങ്ങൾക്ക് കിട്ടും. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ളൊരു സംഭവം ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇതുപോലെ പുതിയ മെഷീനൊക്കെ എടുക്കുന്നവരുണ്ടെങ്കിൽ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പുതിയ വീഡിയോസുകളൊക്കെ വരും. നിങ്ങൾക്ക് ബെല്ലൈക്കൺ അമർത്തി കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസുകളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.